ഗായ്സ് ഇന്ന് നമ്മളൊരു എക്സ്പ്ലോറിംഗ് ആണ്, റൈഡിങ് വയനാട്. വെരി ഓതറൈസ്ഡ് പ്ലേസ്. എനിക്ക് വണ്ടി ഓടിക്കണോ? കൊണ്ടുപോയി അങ്ങനെ നല്ല കാറ്റാണ് കേട്ടോ. എന്താ റൈഡ് ചെയ്യാൻ പറ്റിയ ഏരിയ, നല്ല കാറ്റ്. ബീച്ചിൽ വരെ അമ്മാതിരി കാറ്റുണ്ടാവില്ല, അമ്മാതിരി കാറ്റാണ് മക്കളെ. ഓഷ് സ്റ്റാൻഡ് വാങ്ങില്ല, ചെറുത് അത് വാങ്ങിയാലോ? ഓൺലൈനിൽ നോക്കി ഒരുപാട് നാളായി ഞാൻ ഈ മല കയറണം വിചാരിച്ചിട്ട്. ഇപ്പോഴാണ് അതിൻ്റെ ഒരു സമയം ഒത്തു വന്നത്. ഈ തേയിലത്തോട്ടങ്ങളൊക്കെ നമ്മൾ ദൂരത്തുനിന്ന് കാണാന്നല്ലാണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ആ ഒരു ലെവലിലേക്ക് എടുക്കാറില്ല. പക്ഷേ ഇതിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് ഇതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ മനസ്സിലായത്. കാഴ്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഭംഗി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബിൽഡിങ്ങാണ്. 100-150 വർഷം മുമ്പുള്ള ബിൽഡിങ്ങുകളുണ്ട് ഇതിൻ്റെ അകത്ത്. കാരണം ബ്രിട്ടീഷുകാരായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. ഒരുവിധം മൈസൂർ, അതുപോലെ വയനാട് ഈ ഏരിയകളിലൊക്കെ അധികം ബ്രിട്ടീഷുകാർ തമ്പടിച്ചിരുന്ന സ്ഥലങ്ങളാണ് ഈ എസ്റ്റേറ്റ് മേഖലകൾ. ഇവിടെ ഒരുപാട് നല്ല നല്ല ബംഗ്ലാവ്സ് ഉണ്ട്. ഹൈ റേഞ്ച് ഏരിയയാണ്. അപ്പം ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങോട്ടേക്ക് എന്താ പറയുക, എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. കിടല സ്ഥലമാണ് ഇത്. ചെമ്പ്ര പീക്കിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലങ്ങളാണത്. ഇത് ഹൈ റേഞ്ച് ഏരിയയാണ് മക്കളെ, ഒരു ലെവൽ ഏരിയയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഔട്ട് ഓഫ് വ്യൂസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇത് കണ്ടില്ലേ, ആ കാണുന്ന മണിക്കുന്ന് പീക്കാണ്. ആ കുന്നിൻ്റെ താഴെയാണ് നമ്മളൊരു വീട് വരുന്നത്. ചെയ്യുകയാണെങ്കിലും ഒന്നും ചെയ്യാനായിട്ടില്ല, കാണുമെന്നറിയില്ല. പിന്നെ സൂപ്പർ വ്യൂ ആട്ടോ ഇവിടെ. അപ്പോൾ ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ടെങ്കിൽ ബന്ധപ്പെടാം. സൂപ്പർ ഗൈഡിങ് ആയിരിക്കും. ഒരുപാട് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ഉണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ. അതിൽ ഒന്നാണ് ഈ സ്ഥലം, ചെമ്പ്ര പീക്കിലേക്കുള്ള റോഡ്. ഇത് കൂട്ട്, അത് കൂട്ട്. ഒരു തലക്കാതര തന്ത് എക്സ്ക്യൂസ് മീ, ഫ്രീ ആണോ അങ്ങോട്ട്? ആ താഴെ വരെ പോവല്ലേ? താഴെ വരെ ഫ്രീ ആണ്. അതിൻ്റെ ചോട് വരെ പോയി വരാന്ന് മലേൻ്റെ. അപ്പം നമ്മൾ മലയിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സൂപ്പർ വൈബാട്ടോ, നല്ല എയറാണ്. സൂപ്പർ റൈഡിങ്ങിന് പറ്റിയ ഏരിയ, സൂപ്പർ.
യാത്രകൾ ഇഷ്ടപ്പെടുന്ന ബൈക്കുള്ള ചങ്ങായിമാരുണ്ടെങ്കിൽ പോന്നോളി വയനാട്ടിലേക്ക്. വയനാട്ടിൽ അടിപൊളി നല്ല കിടിലൻ സ്ഥലങ്ങളുണ്ട്. ഇനി ആർക്കും സ്ഥലങ്ങൾ അറിയില്ല എന്നുള്ള ഒരു പരാതി വേണ്ട, താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഫുൾ ഗൈഡിങ്ങും കാര്യങ്ങളും അക്കോമഡേഷൻ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് തരും. ഓക്കെ, നല്ല അടിപൊളി മരങ്ങളുണ്ട്. നല്ല കാറ്റ്. ഇവിടെ കുറച്ച് ആൾക്കാർ ഫാമിലിയായിട്ട് താമസിക്കുന്നവരുണ്ട്. കുറേ കാലങ്ങൾക്ക് മുമ്പ് തന്നെ കുറേ ഇവിടുത്തെ എസ്റ്റേറ്റ് തൊഴിലാളികളുണ്ട്. പിന്നെ ഈ മൃഗങ്ങളെ പേടിയില്ലാത്ത കുറേ ഫാമിലികളുണ്ട് ഇവിടെ. അവരൊക്കെ ഇവിടെ തന്നെ താമസിക്കുന്നത്. പിന്നെ എന്താ പറയുക, നല്ല പ്യുവർ ഓക്സിജനാണ് കേട്ടോ ഇവിടെ. വൈകുന്നേരം ആയാലും രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും കിടിലൻ വൈബാണ്. 2 പൊറാട്ടയും മീൻകറി ഉണ്ടെന്നുണ്ടെങ്കിൽ പൊള്ളിച്ചടക്കാം അവിടെ. നല്ല വൈബാണ്. ഒരു ഫ്രഷ് ലൈമും വൈബ്. ഈ യാത്രയ്ക്ക് പറ്റിയ ഫുഡ് പാക്കിങ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ബിരിയാണിയൊക്കെ ഒരു ചെമ്പുകൊണ്ട് തന്നു കഴിഞ്ഞാൽ ഒരു വൈബിൽ ഇരുന്ന് അങ്ങനെ കയറ്റാണ്. അടിപൊളിയാണ്. കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, നല്ല അടിപൊളിയാണ്. നമ്മളൊരു സിറ്റിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കിളികളെ ശബ്ദമൊന്നും ഉണ്ടാവില്ല, ഒന്നും കേൾക്കില്ല. അതേസമയം ഈ ഒരു പ്രദേശത്തേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ വസിക്കുന്ന, അതായത് ജീവജാലങ്ങളുടെ ശബ്ദങ്ങൾ, എല്ലാ സാധനവും കേൾക്കും. അതൊരു പ്രത്യേക അനുഭൂതിയാണ്. ഈ മ്ലാവൊക്കെ കരയുന്ന ശരിക്കും ശബ്ദം. കുറച്ച് സന്ധ്യ ആയി കഴിഞ്ഞാൽ പുലി, കടുവ, ആന ഇതെല്ലാം ചിഹ്നം വിളിക്കുന്ന നല്ല സൗണ്ട് നല്ല അടിപൊളിയായിട്ട് കേൾക്കും. മാറി ഈ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണ് കേട്ടോ. അതിപ്പോൾ നമ്മൾ ഈ വൈൽഡ് ലൈഫ് ഉള്ളേരിയകളിലേക്ക് പോകുമ്പോൾ, നമ്മുടെ നാട്ടിൻപുറത്തുള്ള വൈൽഡ് ലൈഫ് ഈ മലമ്പ്രദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പ്രത്യേക കാട്ടുകോഴി, അതുപോലെ ഒരുപാട് നല്ല മലയണ്ണാന്, അത് പാമ്പ്, അങ്ങനെ ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ കാണാൻ പറ്റും. നമ്മൾ ഈ സിറ്റികളിലും അതുപോലെ IT സിറ്റികളിലൊക്കെ ജീവിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലോറിങ് വൈബിന് വേണ്ടിയിട്ട് ഈ ഡെസ്റ്റിനേഷന് എത്രത്തോളം വലിയൊരു അനുഭൂതി പകരുന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മൾ ഏകദേശം ഈ മലയുടെ താഴ്വാരത്ത് ടോപ്പ് എൻഡിലെത്തിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരെ ഒരുപാട് പുതിയ വീഡിയോകൾ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.